ഹലോ സ്കോട്ട്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിക് ഡിയാസിനെ കുറിച്ചിട്ടാണ്. നെയ്റ്റ് ഡിയാസിൻ്റെ ബ്രദറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയാനാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മിക്സ് മാർഷ്യൽ ആർട്ട് ഫൈറ്ററാണ് അദ്ദേഹം. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ജുജിറ്റ്സുവിൽ ബ്ലാക്ക് ബെൽറ്റും ആണ്. പിന്നീട് പറയാനാണെങ്കിൽ അദ്ദേഹം ബോക്സിങ്ങിൽ നല്ല കഴിവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, 10 minutes കണ്ടിന്യൂസ് ആയിട്ട് സ്പീഡ് ബാഗ് പഞ്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ടാൽ തന്നെ തിരിയും. അദ്ദേഹത്തിൻ്റെ ബോക്സിങ്ങും അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങും ഒക്കെ വളരെ മികച്ച തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പീക്ക് ടൈമിൽ എന്ന് പറയാം, ആ ടൈമിലൊക്കെ അദ്ദേഹം ബെസ്റ്റ് തന്നെയായിരുന്നു. കാരണം അദ്ദേഹം സ്ട്രൈക്ക് ഫോഴ്സിലത്തെ വെൽട്ടർ വെയ്റ്റ് ചാമ്പ്യൻ ആയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം UFC വരുന്നത്. UFC വന്നിട്ട് കുറേ ഫൈറ്റ്സ് അദ്ദേഹത്തിന് എന്താ പറയുക, ഒരു ഡിസിഷൻ ലോസ് ഒക്കെ ഉണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഇഷ്ടം നഷ്ടപ്പെട്ടു പോയതിനെ ആ ചെറിയ ഡിസിഷൻ ലോസിനായിട്ട് കുറേ ഫൈറ്റൊക്കെ പോയിരുന്നു. കാരണം മറ്റേ കാർലോസ് കൊണ്ടിട്ട് ആയാലും കുറേ ജോൺസൺ പേരുള്ള ഫൈറ്റൊക്കെ കുറേ ഡിസിഷൻ ലോസ് അദ്ദേഹത്തിന് ഉണ്ടായി. അതിനുശേഷം അദ്ദേഹം പറയണ്ടായി, ഇവരൊക്കെ എന്നെ തോൽപ്പിക്കാനാണ് നോക്കുന്നത്, അതുകൊണ്ട് ഞാൻ റിട്ടയർ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാലം ഫൈറ്റ് ചെയ്യാണ്ടൊക്കെ നിന്നിനായി. പിന്നീട് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ സ്കിൽസാണ്. അദ്ദേഹത്തിൻ്റെ ജുജിറ്റ്സു ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രൗണ്ട് ഗെയിം ആയാലും അധികം ഒപ്പോണൻസ് ഇദ്ദേഹം സബ്മിറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രാപ്ലിങ്ങും ഗ്രൗണ്ട് ഗെയിമും ഒക്കെ നല്ല മികച്ചത് തന്നെയാണ്. പിന്നീട് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ബോക്സിങ് സ്കിൽസാണ്. അദ്ദേഹം എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒപ്പോണൻസ് പറയുന്നുണ്ടായി, അദ്ദേഹം ഒരിക്കലും നിർത്തത്തില്ല ഫൈറ്റ് ചെയ്യുന്നതിന്. ബോക്സിങ് ഫൈറ്റ് ചെയ്യാൻ നിർത്തത്തില്ല, ബാക്ക് ഔട്ട് ചെയ്യില്ല ഒരിക്കലും. മുൻപോട്ട് വന്നിട്ട് പഞ്ച് ചെയ്യാൻ അദ്ദേഹം നോക്കാറുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫൈറ്റ് ചെയ്യാൻ നല്ലൊരു കാർഡിയോ ഇതൊക്കെ വേണം. ഡിയാസ് ബ്രദേഴ്സിനെ നമുക്ക് മെയിൻ അറിയാം, അവരുടെ കാർഡിയോ ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ. കാരണം ഇവർ നല്ല എത്ര കിലോമീറ്റേഴ്സൊക്കെ സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിയാസ് ബ്രദേഴ്സിന് കാർഡിയോസൊക്കെ വളരെ മികച്ചതാണ്. പിന്നീട് പറയാനുള്ളത്, ഇദ്ദേഹം പിന്നെ നൂട്സ് മെലെ എന്ന് പറഞ്ഞൊരു ഫൈറ്ററും തമ്മിൽ ഫൈറ്റ് ഇദ്ദേഹം തോറ്റു. ഒരു എന്താ പറയുക, ഇദ്ദേഹത്തിന് ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്തതാണ്, മറ്റേ ഇഞ്ചുറി കാരണം, ഫൈറ്റ് ചെയ്യുന്നതിനോ ഉള്ള ഇഞ്ചുറി കാരണം. അതിനുശേഷം ആ ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്തത് നൂട്സ് മേലെ എന്ന് പറഞ്ഞ ആ ഫൈറ്റ് ജയിച്ചു. അതിനുശേഷം ഇദ്ദേഹം ഒരു ലൈൻ പറയുകയുണ്ടായി, ഡോണ്ട് ബി സ്കാർഡ് ഹോമി എന്ന്. കാരണം ആ ഫൈറ്റ് അദ്ദേഹം തുടരാൻ അദ്ദേഹം തയ്യാറാണ്, പക്ഷേ ആ ഡോക്ടേഴ്സൊക്കെ ആ ഫൈറ്റ് എനിക്ക് തുടരാൻ പറ്റില്ല ഇഞ്ചുറി കാരണം എന്ന് പറഞ്ഞിട്ട് ആ ഫൈറ്റ് നിർത്തുകയാണ് ചെയ്തത്. അതിനുശേഷമുള്ള ആ ലൈന് ഭയങ്കര ഫേമസ് ആണ്. കാരണം ആ ഫൈറ്റിന് ശേഷം ഇവർ തമ്മിൽ പിന്നെയും അടിപിടിയും ഒക്കെ ഉണ്ടായി, ബ്രോളൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇവർ സെക്കൻഡ് റീമാച്ചിന് ന്യൂട്സ് മെലേനെ നിക് ഡിയാസ് പരാജയപ്പെടുത്തുക തന്നെ ചെയ്തു. പിന്നീട് പറയാനുള്ള ഇദ്ദേഹത്തിൻ്റെ ആൻഡർസൺ സിൽവ എന്ന ഫൈറ്ററോടുള്ള ലോസാണ്. അത് ശരിക്കും നമുക്ക് ആ ഫൈറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാകാം, അദ്ദേഹം ശരിക്കും ജയിച്ചുകൊണ്ടിരുന്ന ഫൈറ്റ് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ആ ഡിസിഷൻ ലോസ് അദ്ദേഹത്തിനുണ്ടായി. അതിനുശേഷം ഇദ്ദേഹം ഇനി ഫൈറ്റ് ചെയ്യുന്നില്ല. കാരണം മിക്സ് മാർഷ്യൽ ആർട്ട് എനിക്ക് എപ്പോഴും ഒരു പരാജയം പോലെയാണ് തരുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ഫൈറ്റിൽ നിന്ന് ഇനി റിട്ടയർഡ് ആവുകയാണെന്ന് പറഞ്ഞ് നിർത്തുകയുണ്ടായി. അതിനുശേഷമാണ് പിന്നീട് ഇവർ മരിജ്വാന യൂസ് ഒക്കെ കാരണം മരിജ്വാന മെറ്റബോളൈറ്റ്സ് ബോഡിയിൽ കണ്ടെത്തിയതിനു ശേഷം യുസാഡ കമ്മിറ്റിയൊക്കെ ഇദ്ദേഹത്തെ 5 year ബാൻ നൽകുകയുണ്ടായി. ഡിയാസ് ബ്രദേഴ്സിനെ നമുക്കറിയാം, ഇവർ മരിജ്വാനയൊക്കെ എന്താ പറയുക ഫൈറ്റിൻ്റെ ഇടക്കും എന്തായാലും യൂസ് ചെയ്യുന്നതാണ്. ഇവരെ പ്രസ് കോൺഫറൻസിൽ അടുത്ത് നിക് ഡിയാസിൻ്റെ ബ്രദറായ നെയ്റ്റ് ഡിയാസ് മരിജ്വാന യൂസ് ചെയ്യുന്ന ഒക്കെ നമുക്ക് കണ്ടിട്ട് അതൊക്കെ CBD ആണെന്നാണ് പറയുന്നത്. അദ്ദേഹം നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇവർ മെയിനായിട്ട് നെക്സ്റ്റ് പറയാനുള്ള ഇവരെ മരിജ്വാന യൂസാണ്. മരിജ്വാന പക്ഷേങ്കിൽ വലിയ എന്താ പറയുക, പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗൊന്നും അല്ലല്ലോ, ശരിക്കും ഇത് ബോഡിക്ക് ബാധിക്കുന്നതല്ല ചെയ്യുന്നത്. പക്ഷേങ്കിൽ മറ്റേ യുസാഡ കമ്മിറ്റി പറയുന്നത് ഇതൊരു പെർഫോമൻസ് എൻഹാൻസിങ് ഡ്രഗാണ്, അതുകൊണ്ട് 5 year ബാനാണ് നിക് ഡിയാസിന് കൊടുത്തത്. അതിനുശേഷം അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. നല്ലൊരു ഫൈറ്റർ തന്നെയായിരുന്നു നിക് ഡിയാസ്. അദ്ദേഹത്തിൻ്റെ 5 year ബാനൊക്കെ കൊടുത്തത് കൊണ്ട് അദ്ദേഹം പിന്നീട് എന്താ പറയുക ട്രെയിനിങ് നിന്നൊക്കെ മാറി പിന്നെ മരിജ്വാന യൂസ് തന്നെയായിപ്പോയി. അതാണ് അദ്ദേഹത്തിൻ്റെ ഡൗൺഫോൾ ആയിപ്പോയത് ലൈഫിൽ എന്ന് പറഞ്ഞാൽ. പിന്നീട് ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞത് നെയ്റ്റ് ഡിയാസിൻ്റെ ഫൈറ്റ് ആയിരുന്നു. നെയ്റ്റ് ഡിയാസിൻ്റെ ഫൈറ്റിന് ശേഷം നെയ്റ്റ് ഡിയാസ് തോക്കുകയുണ്ടായി. അത് പറയാറ് ഇഞ്ചുറി കാരണം ഡോക്ടർ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇവരെ കാർഡിയോ ആണ്, ഒരിക്കലും എന്താ പറയുക നോക്കൗട്ടായി പോയില്ല ഡിയാസ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ. അത്രക്കും മികച്ച കാർഡിയോ ആണ് ഇവരുടേത്.
അപ്പോൾ ഇവരുടെ മൈജുവാന യൂസ് തന്നെയാണ് എന്താ പറയുക നിക് ഡിയാസിൻ്റെ ഒക്കെ ഡൗൺഫോളിന് കാരണം 5 years. കാരണം സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്ന ഫൈറ്റേഴ്സിന് തന്നെ ജോൺ ജോൺസിന് വരെ 2 years അല്ല ഇത് കൊടുത്തിട്ടുള്ളൂ, ബാൻ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ആ ബാനാണെങ്കിൽ കുറക്കുകയും ചെയ്തു. പക്ഷേ എങ്കിൽ നിക് ഡിയാസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, 5 year കുറച്ച് വിലക്കും കുറച്ചിനെങ്കിലും, പക്ഷേങ്കിൽ എന്താ പറയുക ആ 5 year ഒക്കെ കഴിയുമ്പോഴത്തേക്കും ആ ടച്ച് തന്നെ വിട്ടുപോയി. അതൊക്കെയാണ് പിന്നീട് നിക് ഡിയാസിൻ്റെ ഡൗൺഫോൾ എന്ന് പറയാൻ. കാരണം അദ്ദേഹം ഒരു മികച്ചൊരു MMA ഫൈറ്റർ തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ജുജിറ്റ്സു ആയാലും ബോക്സിങ് ഗെയിം ആയാലും നല്ലൊരു ഫൈറ്റർ തന്നെയായിരുന്നു. പക്ഷേ എങ്കിൽ ആ മരിജുവാന യൂസും അതൊക്കെ ബോഡിയിലെ ബ്ലഡിൽ യുസാഡ കമ്മിറ്റിയൊക്കെ കണ്ടതിന് ശേഷമാണ് ഇദ്ദേഹത്തെ MMA ഫൈറ്റിൽ നിന്ന് വിലക്കിയത്. അപ്പോൾ ഓക്കെ, ഇത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് നിക് ഡിയാസിനെ കുറിച്ചാണ്, നിക് ഡിയാസിൻ്റെ ബ്രദർ ഡിയാസ് ബ്രദേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം.